നമസ്കാരം. ചോരക്കളമായി ഇറാന്റെ തെരുവുകൾ. മുൻ ഇറാൻ പ്രസിഡന്റും ബോംബാക്രമണത്തിൽ പൊട്ടിത്തെറിച്ചു. ഒന്നും മറക്കാതെ ആനപ്പക സൂക്ഷിക്കുന്ന ഇസ്രായേൽ മുൻ ഇറാൻ പ്രസിഡന്റിനെയും വകവരുത്തിയിരിക്കുന്നു. മഹ്മൂദ് അഹമ്മദ് നജാദ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ഇറാന്റെ മുൻ പ്രസിഡന്റാണ് മഹ്മൂദ് അഹമ്മദി നജാദ്. 69 വയസ്സുകാരനായ നജാദ് കൊല്ലപ്പെട്ടു എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടെഹ്റാനിലെ നോർമക് ജില്ലയിലുള്ള അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെയുണ്ടായ ശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിലാണ് നജാദ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇസ്രായേൽ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇക്കാര്യം ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. US ഇസ്രായേൽ സംയുക്ത സേനകൾ നടത്തിയ സൈനിക നീക്കത്തിൽ ഇത്തരത്തിലൊരു കൊല്ലപ്പെട്ടു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അഹമ്മദ് നജാദിനൊപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് നജാദിന്റെ വസതിക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നജാദിന് പുറമെ മറ്റ് 3 അംഗരക്ഷകർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. തീവ്ര നിലപാടുകളിലൂടെ ലോകശ്രദ്ധ നേടിയ നേതാവായിരുന്നു അഹമ്മദി നജാദ്. 2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. കൂടാതെ ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനകളിലൂടെയും ഇറാന്റെ ആണവ പദ്ധതികളിലൂടെയും ആഗോള രാഷ്ട്രീയത്തിൽ എന്നും വിവാദ നായകനായിരുന്നു നജാദ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അട്ടിമറി ശ്രമം നടത്തിയെന്നാരോപിച്ച് അഹമ്മദി നജാദ് വീട്ടുതടങ്കലിലാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒളിത്താവളം വളരെ കൃത്യമായി മനസ്സിലാക്കിയാണ് ഇസ്രായേൽ പോർവിമാനങ്ങൾ ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളിലൂടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുള്ള കടുത്ത സമീപനത്തിലൂടെയും അദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കും അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. ഒരിക്കൽ ജൂതവംശഹത്യ ഹോളോകോസ്റ്റ് വെറും കെട്ടുകഥയാണ് എന്ന അദ്ദേഹത്തിന്റെ വാദവും ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി തീർന്നിരുന്നു എന്നുള്ളതാണ്. എന്നാലും US ഇസ്രായേൽ നടത്തുന്ന സംയുക്ത ആക്രമണത്തിൽ ഇറാന് നഷ്ടമായത് പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് പുറമെ നിരവധി പ്രമുഖരെയായിരുന്നു ഇതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും ഖമേനിയുടെ മകൾ, മരുമകൻ, ചെറുമകൻ എന്നിവരുമൊക്കെ ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഖമേനിക്ക് പുറമെ കൊല്ലപ്പെട്ടവർ എന്ന് പറയപ്പെടുന്ന അലി ഷങ്കാനി, ആയത്തുള്ള അലി ഖമേനിയുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ് അലി ഷങ്കാനി. അദ്ദേഹം വധിക്കപ്പെട്ടിരിക്കുന്നു. ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ച് US ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് 70കാരനായിട്ട് ഷങ്കാനി മേൽനോട്ടം വഹിച്ചിരുന്നു. അതിന്റെ ഏറ്റവും അവസാന റൗണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. 2025 ജൂണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും ഈ ഷങ്കാനിയെ ലക്ഷ്യം വെച്ചിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം രക്ഷപ്പെട്ടതായിട്ട് സ്ഥിരീകരിക്കുന്ന വാർത്തകളും വന്നിരുന്നു. അന്ന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അടുത്തിടെയാണ് അദ്ദേഹം ഇറാന്റെ പ്രതിരോധ കൗൺസിലിന്റെ സെക്രട്ടറിയായിട്ട് നിയമിതനായിരിക്കുന്നത്. ജനറൽ അബ്ദുൾ റഹീം മൗസാവി മരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇറാന്റെ ആംഡ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു. അദ്ദേഹവും കൊല്ലപ്പെട്ടിരിക്കുന്നു. 2025 ജൂണിൽ ഇറാനെതിരായ ഇസ്രായേലി ആക്രമണങ്ങളിൽ തന്റെ മുൻഗാമിയായിട്ടുള്ള മുഹമ്മദ് ബാഗേരി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മൗസാവി സ്ഥാനം ഏറ്റെടുത്തത്. 2017 മുതൽ 2025 വരെ ഇറാനിയൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ടും കമാൻഡർ ഇൻ ചീഫായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1979 സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇനിയുള്ളത് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള അസീസ് നസീർ സാദെയാണ്. 2021 സെപ്റ്റംബർ മുതൽ 2024 വരെ ഇറാനിയൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി ഓഫ് ചീഫ് സ്റ്റാഫും ഒപ്പം തന്നെ 2018 ഓഗസ്റ്റ് മുതൽ 2021 സെപ്റ്റംബർ വരെ ഇറാനിയൻ വ്യോമസേനയുടെ കമാൻഡറുമായിരുന്നു ഇദ്ദേഹം. 2024 മുതൽ ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനും ഇറാനിയൻ പ്രതിരോധ മന്ത്രിയുമാണ് അസീസ് നസീർ സാദെ. അദ്ദേഹവും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് പക്പൂർ ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള മിസൈൽ ആക്രമണത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതുമൊക്കെ പക്പൂറാണ്. അദ്ദേഹവും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ IRG ഗ്രൗണ്ട് ഫോഴ്സിന്റെ തലവനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ 12 ദിവസത്തെ യുദ്ധത്തിൽ തന്റെ മുൻഗാമിയായിട്ടുള്ള ഹൊസൈൻ സലാമി മരിച്ചതിനെ തുടർന്ന് 2025 ജൂൺ 13 അദ്ദേഹത്തെ IRGCയുടെ തലവനായിട്ട് നിയമിക്കുകയായിരുന്നു. ഇങ്ങനെ മരണം എണ്ണപ്പെടാൻ കഴിയാതെ ചോരക്കളമായി തീരുന്ന ഇറാന്റെ തെരുവുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഇപ്പോൾ മുൻ പ്രസിഡന്റും ഈ ബോംബാക്രമണത്തിൽ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്.